കോഴിക്കോട് ഫറോക്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സ്റ്റോക്ക് യാർഡിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ടാങ്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് വിവരങ്ങൾ നൽകുന്നുണ്ട്. സമീർ, ഈ ഇന്ത്യൻ ഓയിലിന്റെ സ്റ്റോക്ക് യാർഡിലെ തീപിടുത്തം ഗൗരവമുള്ള ഒന്നായി മാറിയിട്ടുണ്ടോ? അത് പിന്നെ ഫയർഫോഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? പ്രാഥമികമായി എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അപകടകരമായ ഒരു സാഹചര്യമുണ്ടോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സ്റ്റോക്ക് യാർഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എഥനോൾ സൂക്ഷിച്ച ടാങ്കിന് സമീപത്തായിരുന്നു തീപിടുത്തം. അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ വേളയിലാണ് അതുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മീൻചന്ത ഫയർ സ്റ്റേഷനിൽ നിന്ന് 3 യൂണിറ്റ് ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയുമാണ്. വലിയ രീതിയിലേക്ക് അത് പടർന്നു പിടിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത് വലിയ രീതിയിൽ പടർന്നു പിടിച്ചാൽ വലിയൊരു അപകടമായി മാറും. അതിനുള്ള ഒരു സാധ്യത എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഈ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള നവീകരണമായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് മുറിക്കുന്നതിനിടയിലാണ് അത് തീനാളം ഉയർന്നു വരികയും അത് പെട്ടെന്ന് തന്നെ തീപിടുത്തമായി വലിയ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തത്. നിലവിൽ ഈ ഒഴിഞ്ഞ ഒരു ടാങ്കിന്റെ ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതുകൊണ്ട് വലിയ രീതിയിലേക്ക് അത് പടർന്നു പിടിച്ചിട്ടില്ല. ഇപ്പോൾ മീൻചന്ത ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. 3 യൂണിറ്റ് എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലേക്കൊന്നും അത് പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.